പലരും വിളിച്ചിട്ട് ചോദിക്കും, അച്ചോ സങ്കടത്തിലൂടെയാണ് കടന്നു പോകുന്നത്, ഒരു തോൽവി ഉണ്ടായി, ഒരു തകർച്ച ഉണ്ടായി, മനസ്സ് മടുത്തിരിക്കുകയാണ്, ഒരു വചനം തരാമോ, ഒരു വചനം പറഞ്ഞു തരുമോ? അത് യുവാക്കൾ, യുവതികൾ, മുതിർന്ന മനുഷ്യർ. അപ്പം അങ്ങനെ ചോദിക്കുന്നവരോടൊക്കെ ഞാൻ ആദ്യം പറഞ്ഞു കൊടുക്കുന്നൊരു വചനമുണ്ട്. എനിക്കേറെ പ്രിയപ്പെട്ട, സങ്കടപ്പെട്ടിരിക്കുന്ന നേരത്ത് നിശ്ചയമായും നമ്മൾ പറഞ്ഞു പ്രാർത്ഥിക്കേണ്ട ഒരു വചനം. ഇന്ന് ഈ വചനമാണ് നമ്മൾ പങ്കുവയ്ക്കുന്നത്, നമ്മൾ പ്രാർത്ഥനയാക്കുന്നത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം 30-31 വാക്യങ്ങൾ. യുവാക്കൾ പോലും തളരുകയും ക്ഷീണിക്കുകയും ചെയ്തേക്കാം, ചെറുപ്പക്കാർ ശക്തിയറ്റു വീഴാം. എന്നാൽ കർത്താവിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് ഉയരും. അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയുമില്ല. എന്ത് സുന്ദരമാണ് ആ വചനം! യാഥാർത്ഥ്യത്തെ യാഥാർത്ഥ്യമായി തന്നെ അവതരിപ്പിക്കുന്നു. യുവാക്കൾ പോലും തളരുകയും ക്ഷീണിക്കുകയും ചെയ്തേക്കാം, ചെറുപ്പക്കാർ ശക്തിയറ്റു വീഴാം. യുവാക്കൾക്ക് പോലും ക്ഷീണമുണ്ടാകാം, ചെറുപ്പക്കാർ പോലും വീണു പോകാമെന്ന്. പിന്നെ എന്താ വ്യത്യാസം? എന്നാൽ കർത്താവിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. എന്നിട്ട് ഉപയോഗിക്കുന്ന ഉപമ എന്താണ്? അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് ഉയരും. ഓടിയാൽ ക്ഷീണിക്കില്ല, നടന്നാൽ തളരില്ല. The book of Isaiah, chapter 40, verses 30 and 31. Even youths shall faint and be weary, and young men shall fall exhausted. But they who wait for the Lord shall renew their strength. They shall mount up with wings like eagles. They shall run and not be weary. They shall walk and not faint. Those who wait for the Lord will see the miracles. കർത്താവിൽ ആശ്രയിക്കാൻ തയ്യാറാണോ? കർത്താവിൻ്റെ ഇടപെടലിന് വേണ്ടി കാത്തിരിക്കാൻ തയ്യാറാണോ? നമുക്ക് കർത്താവിൽ ആശ്രയിക്കാം. ലെറ്റ്സ് സറണ്ടർ. കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരുന്ന കാലം കാത്തിരിപ്പുണ്ടെന്ന് വിശ്വസിക്കാം. ആമേൻ.